ദേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള വേണം, ക്യാരറ്റ് വേണം, പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. എരിവ് വേണമെന്നുള്ളവർക്ക് 3 എടുക്കാവുന്നതാണ്. എനിക്ക് എരിവ് വേണമായിട്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി, കരിയേപ്പില, പിന്നെ എണ്ണ വേണം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഏതെങ്കിലും എണ്ണ ആയാലും കുഴപ്പമില്ല. ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ പാം ഓയിലോ ഏതെണ്ണയായാലും ഉപയോഗിക്കാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയായാലും. പിന്നെ കടുക് വേണം, മുളക് വേണം, വറ്റൽമുളക് വേണം. ഇത്രയും ആവശ്യമായിട്ടുണ്ട്. അത് തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം. അത് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് റവ തട്ടി നന്നായി വറുക്കുക. വറുത്ത റവയാണെങ്കിലും അത് ഒന്നുകൂടെ വറുക്കുക. ഒന്നുകൂടെ വറുത്തെടുക്കുമ്പോൾ ഇത്തിരി കൂടെ നല്ല രുചിയായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അത് നല്ല ടേസ്റ്റായിരിക്കും. അത് നല്ല മൂക്കണ്ട, കുറച്ച് ഒന്നൊരു മണം വരുന്നത് വരെ, ഒരു ചെറിയ മണം വരും, അതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഒരു നല്ല മൂക്കണ്ട, നല്ല മൂത്ത് പോയാൽ അത് കളറ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. അതിൽ കവറിൽ വറുത്ത റവ എന്നാണ് എഴുതിയിട്ടുള്ളത്. വറുത്ത റവ എന്നാണ് എഴുതിയിട്ടുള്ളത്. വറുത്ത റവയാണ്, കാണുന്നില്ലേ? പിന്നെ എനിക്ക് ഇത്രയും റവ ഇന്ന് വേണ്ട. ഇവിടെ 1/2 കിലോ റവയാണ് ഞാനിപ്പോൾ എടുത്തത്. 1/2 കിലോ റവ ഞാൻ എടുക്കുന്നില്ല. ഇത് വറുത്തിട്ട് കുറച്ച് മാറ്റി വയ്ക്കാമെന്ന് കരുതി എടുത്തതാണ്. അതാണ് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് എല്ലാം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ വലിയ ക്യാരറ്റ് തന്നെ വേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബീൻസും കൂടെ ചേർക്കാം, വേണമെന്നുള്ളവർക്ക്. ക്യാരറ്റ് ബീൻസും വേണ്ടാത്തവർക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പിലയും എല്ലാം കൂടി ചേർത്താൽ മതി. വേണ്ടോ, ചെറിയ മണം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് ബാക്കി നോക്കാൻ തയ്യാറാക്കുന്നത്. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും വേണ്ട, ഞാനിത് പകുതിയേ ഉണ്ടാക്കുന്നുള്ളൂ. കണ്ടോ, അടിക്കൊന്നും പിടിക്കാതെ നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് വെക്കാം. ഞാനിവിടെ ഫാൻ അടുപ്പത്ത് വെച്ച് മുളകിട്ടു. പക്ഷെ ഒരു മുളക് ഇട്ടതേ ഉള്ളൂ. ഞാൻ ഒരുപാട് മുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. അപ്പോൾ മുളകിട്ടു, എണ്ണ ഒഴിച്ചു. ഇനി കടുകിട്ട് പിന്നെ വേണമെന്നുള്ളവർക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ഇടാം. പക്ഷേ എനിക്ക് ഉഴുന്ന് പരിപ്പ് വേണ്ടാത്തത് കൊണ്ട് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നില്ല. കരിയേപ്പിലയും ഇട്ടു. ഇനി നമ്മൾ എടുത്ത് വെച്ചതെല്ലാം അരിഞ്ഞ് വെച്ചതാണിത്. സവാളയും ക്യാരറ്റ്, ഇഞ്ചി ഇതുപോലെയുള്ള ഇതിൽ വെച്ചിട്ട്, ഇഞ്ചി ഇതിൻ്റെ ചെറിയ ഒരു ഇതിൽ വെച്ചിട്ട് അരിഞ്ഞാലും മതി. അതാകുമ്പോൾ ചെറുതായിട്ട് കിട്ടും. അങ്ങനെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ കടുക് വറുത്തിട്ട് അതിലേക്ക് ഇടുക. അതിലേക്ക് തട്ടി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട്, ഉപ്പ് ഇതിലിടുന്നതെന്ന് വെച്ചാൽ നല്ലതുപോലെ
പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്, അത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, നല്ല മൂക്കണ്ട, ചെറിയ ഒരു മൂപ്പിലായിട്ടെടുത്താൽ മതി. നല്ല മൂത്ത് പോയാൽ അയ്യം. അത് പിന്നെ അടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. പിന്നെ ഇത് വേണമെന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് ഉപയോഗിക്കാം, എണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിക്കാം, അങ്ങനെയും ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ് വെള്ളം. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് റവയെ 1/2 കിലോയിൽ നിന്ന് പകുതിയേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. 1/2 കിലോയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അങ്ങനെയാണ് എടുക്കേണ്ടത്. അത് നല്ല വെട്ടി തിളയ്ക്കുക. ഇനി തിളച്ചതിന് ശേഷം വരെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കണ്ടോ നല്ല വെട്ടി തിളച്ചു, അതിലേക്ക് ഈ റവ തട്ടുക. വറുത്ത് വെച്ചിരിക്കുന്ന റവ തട്ടുകയാണ്. തട്ടി ഉടനെ തന്നെ ഇളക്കണം, നല്ലതുപോലെ ഇളക്കുക. തെറിക്കാതെ സൂക്ഷിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. വറുത്ത റവ ആയതുകൊണ്ട് ഇച്ചിരി നേരം ഇരുന്നാലേ അത് ആ വെള്ളം അതിൽ പിടിച്ച് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്ര നല്ല രുചിയുള്ള ഉപ്പുമാവ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നല്ല നല്ല വീഡിയോസുകളുമായി ഇനിയും വരുന്നതാണ്. ഇതുപോലെയുള്ള നല്ല ഇനിയും വരുന്നതാണ്. ഇവിടെ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം അണച്ചു. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്.